അപ്പൊ നമ്മുടെ ഇവിടുത്തെ KSRTC ബസ്സാണ് ഇത്. ഈ ബസ്സില് എല്ലാവർക്കും സൗജന്യമാണോ അതാ സ്ത്രീകൾക്ക് മാത്രം സ്ത്രീകൾക്ക് മാത്രം ടൗൺ ബസ് ആവട്ടെ ലൈൻ ബസ് ആവട്ടെ ഏത് ബസ് വേണമെങ്കിലും എവിടെ ആധാർ കാർഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർണാടകയിൽ ആധാർ കാർഡ് വേണം. അവർ ഇവിടുത്തെ താമസമായിരിക്കണം. കർണാടകയിൽ ആധാർ കാർഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും അവർ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. ആൾ കർണാടക എവിടെ പോയാലും അപ്പൊ ഇവിടെ ബസ് ചാർജ് അങ്ങനെ. അപ്പൊ ഇലക്ട്രിസിറ്റി കറണ്ടിന്റെ ഒക്കെ കറണ്ടും ഫ്രീ ആണ് ഇവിടെ ഫുള്ള്. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഒരു മാസം 200 യൂണിറ്റ് വരെ ഫ്രീ ആണ് എല്ലാ വീടുകളും. കടകൾക്ക് ഇല്ല അതൊന്നുമില്ല. കമേഴ്സ്യൽ വേറെയാണ്. വീടുകൾ കടകളും കമ്പനി വേറെയാണ്. അതിന് സാധാരണ ബില്ലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാത്രം 200 യൂണിറ്റ് ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ മിനിമം ചാർജ് എടുക്കും. നമ്മളൊരു സാധാ വീട്ടുകാർ 200 യൂണിറ്റ് ഉപയോഗിക്കുമോ? ഇല്ല അത്ര ഉപയോഗിക്കില്ല. ഇപ്പൊ തികച്ചും ഫ്രീ ആണ്. അത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോ ഈ കോൺഗ്രസ് സർക്കാർ വന്നിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനായിട്ട് കുറെ ആൾക്കാരൊക്കെ പ്രതിഷേധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മുടെ നാട്ടിന് വലിയ ഗുണമൊന്നും കാണത്തില്ല, ഉള്ള പൈസ ഒക്കെ ഇതില് പോകുന്നൊക്കെ പറയുന്നത്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അത് കിട്ടുന്ന ടാക്സ് കൊണ്ട് അവരുടെ പൈസ അവർക്ക് വേണ്ടി ചെലവാക്കുന്നു. അത് നല്ല കാര്യമാണ്.